വെൽക്കം ടു ഐ എം കേരളൈറ്റ് അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സിമ്പിളായിട്ടുള്ള രുചികരമായ ഒരു മോര് കറിയാണ്. അതിനായിട്ട് നമ്മൾ ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് കടുക് നമ്മൾ ഇട്ട് കൊടുത്ത് പൊട്ടിച്ചു. ശേഷം ഉലുവ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം. ജീരകം ഇട്ട് കൊടുത്തു. അങ്ങനെ എല്ലാം കിടന്ന് മൂക്കുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉള്ളിയും വെളുത്തുള്ളിയാണ്. ചെറിയ ഉള്ളി അരിഞ്ഞ് നേരത്തായിട്ട് അരിഞ്ഞ് അതോടൊപ്പം വെളുത്തുള്ളിയും നമ്മൾ ചേർത്ത് കൊടുക്കും. അതിന് ശേഷം നമ്മൾ അത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ വറ്റൽമുളക്, ചുവന്ന ഉണക്കമുളക് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം നമ്മൾ ഇളക്കി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ട ഉപ്പ് ചേർത്ത് നമുക്ക് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നമ്മൾ അത് ഇളക്കി കൊടുക്കുക. ഇതാണ് ഇതിനകത്തെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരിയും കൂടെ ഒരു കളർ ചേഞ്ചിനും വേറെ ഒരു ഇച്ചിരിയും കൂടെ എരിവും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് കാശ്മീരിയോ അല്ലെങ്കിൽ അല്ലാത്ത മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും ചേർക്കാം. അത് നമ്മൾ മുളക് പൊടിയും കൂടി ഇട്ട് മുളക് പൊടി ഇല്ലാതെയും നമുക്ക് ഉണ്ടാക്കാം. മുളക് പൊടി ചേർത്ത് നമുക്ക് ഈ സിമ്പിൾ മോര് കറി ഉണ്ടാക്കാം. രണ്ടും ഒരേ ടേസ്റ്റിയാണ്. അതിലേക്ക് നമ്മൾ മോര് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി അപ്പോൾ തീ ചട്ടി ആയതുകൊണ്ട് നല്ല ചൂട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മളെല്ലാം എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെയും ചട്ടിയുടെ ചൂട് കൊണ്ട് അതെല്ലാം മൂത്ത് കിട്ടും. ഓഫ് ചെയ്ത് വെച്ച് തന്നെ ആ ചട്ടിയുടെ ചൂടിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ അപ്പം തന്നെ നല്ല ചൂടുണ്ടെങ്കിൽ തീ ഉറപ്പായും ഓഫ് ചെയ്യുകയോ കുറച്ച് ഓഫ് ചെയ്യുക. ശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം അതിൻ്റെ ഇതൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് വാങ്ങി വെക്കാം. അല്ലെങ്കിൽ അത് തിളച്ച് പിരിഞ്ഞു പോകും. മോര് കറിയുടെ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോകും. അതുകൊണ്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അതെല്ലാവർക്കും പറ്റാറുള്ള അബദ്ധമാണ്. ചിലപ്പോൾ അറിയാമെങ്കിൽ പോലും ചിലപ്പോൾ ചൂട് കൂടുമ്പോൾ അങ്ങനെ സംഭവിക്കും. എന്ന് വെച്ചാൽ നമുക്ക് കാഴ്ചയിൽ അതിനൊരു ലുക്കില്ലെങ്കിലും കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതിപ്പം ആവശ്യത്തിന് കറക്റ്റ് പാകത്തിലാണ്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മോര് കറി അത്യാവശ്യം തിക്കുമാണ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. തുടർന്ന് വീഡിയോകൾ കാണുക. കഴിഞ്ഞ പോയ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. താങ്ക് യു.